വ്യവസ്ഥയാണ് ഇവിടെ. എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്നതാണ്. എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഒറിജിനൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പേര് വായിക്കുമ്പോൾ മെരിസ്റ്റിക്ക സ്വാമ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. മെരിസ്റ്റിക്ക എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന്റെ ഒരു ഫാമിലിയാണ്. മെരിസ്റ്റിക്കേസി എന്നുള്ള ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിൽ ജാതി മരം പോരുന്ന ഫാമിലി. അപ്പൊ അതിന്റെ ഒരു മോഡലായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളെ സെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഉള്ള ഒരു മോഡലായിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. ഇത് തണ്ണീർത്തടത്തിന്റെ ഒരു തണ്ണീർത്തടം. ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്നാലേ, കാരണം നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പലതും മാറിക്കഴിഞ്ഞല്ലോ. വെള്ളായണി പാർക്കൊക്കെ നമുക്കിത് കാണാൻ പറ്റും. വെള്ളായണി കാൽ പാർക്ക്. നമ്മുടെ സമുദ്രതീരത്തിലുള്ള ഏകദേശം എല്ലാം ഷെൽസിന്റെ ഒക്കെ ഉള്ള കളക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശംഖുകളുടെ കളക്ഷൻ. കേരളത്തിലെ 110ഓളം നെല്ലിനങ്ങളെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്.
മരം തന്നെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡൽ വെച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഹരിത സസ്യം അല്ലെങ്കിൽ ഈ മരത്തെ കാണാൻ പറ്റും. പിന്നെ അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന ചില ഷഡ്പദങ്ങളെ കാണാം. ആ ഷഡ്പദങ്ങളെ ആഹാരമാക്കുന്ന ഓന്ത് വിഭാഗത്തിൽപ്പെടുന്നവയെ കാണാം. അവയെ ആഹാരമാക്കുന്ന പാമ്പിനെ കാണാം. പിന്നെ പാമ്പിനെ ആഹാരമാക്കുന്ന ഒരു പക്ഷിയെ കാണാം. ഇത്തരത്തിലെ ഒരു ഭക്ഷ്യ ശൃംഖല കൂടെ നമുക്ക് ഇതിൽ കൂടെ കാണിക്കാൻ പറ്റും. പിന്നെ താഴത്തെ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില ബാക്ടീരിയകളും ഡീകമ്പോസേഴ്സും നമ്മൾ പ്രതീകാത്മകമായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ടർഫ്ലൈസിന്റെ ലൈഫ് സൈക്കിൾ കാണിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു വീഡിയോ കൂടിയാണിത്. ബട്ടർഫ്ലൈസിന്റെ ജീവചക്രം മുഴുവനായിട്ട് കാണിക്കുന്നു. നീലഗിരി ഉദ്യാനത്തിന്റെ ഒരു ഇതാണല്ലേ ചെയ്തേക്കണേ. ശരിക്കും നീലഗിരി താർ, അതായത് തമിഴ്നാടിന്റെ ദേശീയ സംസ്ഥാന മൃഗമായിട്ടുള്ള വരയാടിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ വരയാട് നീലഗിരി മാസത്തിലും ശരിക്കും റെഡ് ഡേറ്റ ബുക്കിൽ ഇടം പഠിച്ചിട്ടുള്ള 2 മൃഗങ്ങളാണ്. എൻഡേഞ്ചേർഡ് ഗ്രൂപ്പിൽ പെടുന്ന 2 വിഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇവിടെ 2 മോഡൽ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നീലഗിരി താറും നീലഗിരി മാറ്റും. കേരളത്തിന്റെ ഫോറസ്റ്റ് കാണിക്കുന്നതിലേക്ക് വേണ്ടി, ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനലാണ്. മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പാനൽസ്. മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ടീരിയ, ഫംഗൈ, ആൽഗെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈറസ്, പ്രോട്ടോസോവ, മൈക്രോബ്സ്, വൈറലിക്സ്, ഇതെല്ലാം എന്താണെന്നുള്ളത് ഏകദേശം വരുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ ചെറിയ റൈറ്റപ്പോടുകൂടി എഴുതി കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കൂടുതൽ വെച്ചിട്ടുള്ളത് റയർ ആയിട്ടുള്ള ഇന്ത്യയിൽ കാണപ്പെടുന്ന അപൂർവ ഇനം തവളകളെ കുറിച്ചിട്ടുള്ള പാനൽസും അതേപോലെ ഗാലറിയിലും കാണിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് സയൻസ് ഓൺസ്ഫിയർ എന്നത്. നാസയുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ നമുക്ക് അതേപടി ഈ ഷോയിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ വരുമ്പോൾ പ്ലാനറ്ററി ഷോസ് ഉണ്ട്. നമ്മുടെ ഭൂമിയെക്കുറിച്ച് കാണിക്കാം, നമ്മുടെ സൗരയൂഥത്തിനെ കുറിച്ച് കാണിക്കാം, നമ്മുടെ ഗാലക്സിയിൽ വരുന്ന നമ്മുടെ പ്ലാനറ്റ്സിനെ കുറിച്ച് കാണിക്കാം, അവയുടെ സാറ്റലൈറ്റ്സിനെ കുറിച്ച് കാണിക്കാം. അത് മാത്രമല്ല റിയൽ ടൈം ഡേറ്റാസ് ഉണ്ട്. റിയൽ ടൈം ഡേറ്റാസ് എന്ന് പറയുന്നത് ഈ ക്ലൗഡ്സിൻ്റെ ഒക്കെ ഫോർമേഷൻ, മേഘങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നത്, അതുപോലെ തന്നെ കാറ്റിൻ്റെ ദിശ, ഈ 2 വെച്ചിട്ട് നമുക്ക് വെതർ എന്നാണ് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. പത്രത്തിലുള്ള റിയൽ ടൈം ഡാറ്റാസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 500ഓളം ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോവയാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ, US ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഗാലക്സിയുടെ സാറ്റലൈറ്റ് ദൃശ്യമാണ് കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഓരോന്ന് കാണാൻ ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റില്ലല്ലോ. അത്രയും കാഴ്ചകളോട് നമുക്ക് ഇവിടെ കാണാൻ. ഇത് സൂര്യൻ്റെ സൂര്യന്റെ തൊട്ടടുത്ത് കാണപ്പെടുന്ന ബുധന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ബുധനാണ് അല്ലേ? ഇത് ബുധനാണ്. നമ്മുടെ ഗാലക്സിയിലുള്ളതിൽ ഇപ്പോഴുള്ള ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. മാത്രമല്ല റഫായിട്ടുള്ളൊരു പ്രതലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വീനസ്
ശുക്രൻ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. സൂര്യന്റെ തൊട്ടടുത്ത് കാണപ്പെടുന്നത് ബുധനാണെങ്കിലും ചൂട് കൂടുതൽ ശുക്രനാണ്. കാരണം ഗ്യാഷ്യസ് ആയിട്ടുള്ള വാതകത്തിലുള്ള അന്തരീക്ഷമാണ് ശുക്രനിൽ കാണപ്പെടുന്നത്. മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നൊക്കെ നമ്മൾ ശുക്രനാണ് പറയുന്നത്. അടുത്ത് കാണപ്പെടുന്ന ഗ്രഹം നമ്മുടെ ഗ്രഹമാണ് ഭൂമി. ഏറ്റവും ഭംഗിയുള്ള ഗ്രഹം നമ്മുടേതാണ്. ഇതിലുള്ള കളറ് ഓരോന്നും നമുക്ക് മനസ്സിലാവും. ക്രീം കളറിലും പച്ച കളറിലും നമ്മൾ കാണപ്പെടുന്നത് കരഭാഗമാണ്. അതിൽ വെജിറ്റേഷൻ കൂടുതലുള്ള പ്രദേശങ്ങൾ കൂടുതൽ പച്ച നിറത്തിൽ കാണപ്പെടും. സസ്യ വൈവിധ്യം കുറവുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ക്രീം നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. മേഘങ്ങളാണ് നമ്മൾ വെള്ള നിറത്തിൽ കാണപ്പെടുന്നത്. സമുദ്രം നീല നിറത്തിലും കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ഭാഗം കാണാനല്ല. ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ വളരെ കുളിർമയുള്ള ഒരു ഗ്രഹമായിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഉപഗ്രഹം. അതെ, ഉപഗ്രഹം ചൊവ്വ. ചുവന്ന ഗ്രഹം എന്നാണ് നമ്മൾ ചൊവ്വയെ അറിയപ്പെടുന്നത്. ചൊവ്വയിൽ ഈ അയൺ ഓക്സൈഡിന്റെ ഡെപ്പോസിഷൻ കൂടുതലാണ്. നമ്മുടെ ഇരുമ്പിലൊക്കെ കാണുന്ന തുരുമ്പില്ലേ, തുരുമ്പിന്റെ നിറം ഏതാണ്ട് ഈ നിറം. അതിന്റെ ഡെപ്പോസിഷൻ കൂടുതലാണ്. അയൺ ഓക്സൈഡിന്റെ ഡെപ്പോസിഷൻ കൂടുതലുള്ളത് കൊണ്ടാണ് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. ഭൂമി കഴിഞ്ഞാൽ അടുത്ത് ജീവന് സാധ്യത ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചൊവ്വ. വ്യാഴം ഏറ്റവും വലിയ പ്ലാനറ്റ്, നമ്മുടെ ഗാലക്സിയിലെ ഏറ്റവും വലിയ പ്ലാനറ്റ് ആണ് വ്യാഴം. വീഡിയോ ആയിട്ടാണ് നമുക്ക് ഈ ഗ്യാഷ്യസ് മൂവ്മെന്റ് കൂടെ കാണാൻ പറ്റുന്നത്. വ്യാഴത്തിൽ നമ്മൾ റെഡ് സ്പോട്ട്സ് ഒന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചുവന്ന പൊട്ടുകൾ നമ്മുടെ കാണാൻ പറ്റും. അടുത്തത് ശനി. രണ്ടാമത്തെ വലിപ്പമുള്ള പ്ലാനറ്റ് ആണ് സാറ്റൻ, ശനി. ശനിയിൽ നമ്മൾ കാണുമ്പോഴെല്ലാം ഒരു പൊടിപടലങ്ങളും പാറ കഷ്ണങ്ങളും അടങ്ങിയിട്ടുള്ള റിങ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വിളിച്ചിട്ട് വരുന്നുണ്ട്. റിങ്ങിന്റെ ആ ഭാഗമാണ് ഈ കാണുന്നത്. ഇതാണ് ശരിക്കും ശനിയുടെ സാറ്റലൈറ്റ് ദൃശ്യം എന്ന് പറയുന്നത്. അതേപോലെ ശനിയുടെ ഒരു ഉപഗ്രഹമുണ്ട്, ടൈറ്റൻ. ടൈറ്റനെ കാണിക്കാൻ കാര്യം ഭൂമിയുടെ അപരൻ എന്നൊക്കെ ടൈറ്റൻ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട വീനസ് ഭൂമിയുടെ ഇരട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിക്ക് സമാനമായിട്ടുള്ള വലിപ്പം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഭൂമിയായിട്ടൊരു വളരെയധികം സാദൃശ്യം ഉള്ളതുകൊണ്ട്. യുറാനസ്, നെപ്റ്റ്യൂൺ. യുറാനസും നെപ്റ്റ്യൂണും ഐസ് ജെയിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കൂടുതൽ തണുത്തുറഞ്ഞ രണ്ട് ഗ്രഹങ്ങളാണ്. പിന്നെ ഏറ്റവും ശക്തമായിട്ട് കാറ്റ് വീശുന്ന ഒരു ഗ്രഹമാണ് ഈ നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. പിന്നെ മുമ്പ് നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടായിരുന്ന ഒരു ഗ്രഹം ഉണ്ടായിരുന്നു, പ്ലൂട്ടോ എന്ന് നമ്മൾ സ്വന്തമായിട്ട് ഭ്രമണപഥം ഇല്ലാത്തത് കൊണ്ട് നമ്മളതിനെ നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് മാറി ഒരു ചിന്ന ഗ്രഹമായിട്ട് ഒരു ഡോർക്ക് പ്ലാനറ്റ് ആയിട്ട് ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഇതാണ് പ്ലൂട്ടോയുടെ ദൃശ്യം. ഭയങ്കര സുന്ദരനാണല്ലോ. ഇത് എയർ ട്രാഫിക് ആണ്. ഈ യെല്ലോ സ്പോട്ട്സ് ആയിട്ട് നമ്മൾ കാണുന്നതെല്ലാം എയറോപ്ലെയിനുകളാണ്. യെല്ലോ കളറിൽ കാണപ്പെടുന്നത്. അപ്പൊ അതില് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം 85,000 മുകളില് വാണിജ്യ ഫ്ലൈറ്റുകൾ ഒരു ദിവസം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഉള്ളത് മീനുകൾ ഓടുന്ന പോലെ കാണുന്ന ഫ്ലൈറ്റുകളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഫ്ലൈറ്റ് ഉണ്ടോ? അപ്ഡേറ്റ് ചെയ്ത് ഉള്ള ചിത്രങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത്. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാല് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ ഉണ്ട്. അത് കൂടുതലും അന്തർദേശീയ ഫ്ലൈറ്റുകൾ പോകുന്നത് നമുക്ക് മിഡിൽ ഈസ്റ്റ് ഭാഗത്തോട്ടാണെന്നുള്ളത് കാണാൻ പറ്റും. ഫുള്ളായിട്ട് കാണാൻ പറ്റും. അതുപോലെ ചൈനയും ജപ്പാനും കാണാം. ഇത് യൂറോപ്പാണ്. ഏറ്റവും കൂടുതൽ വിമാനങ്ങളുള്ള കോണ്ടിനെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പാണ്. ശരിയാ.
എന്നാൽ രാജ്യം നോക്കുകയാണെങ്കിൽ അമേരിക്ക. ഏറ്റവും കൂടുതൽ അന്തർദേശീയ ഫ്ലൈറ്റുകൾ ഉള്ളതും അമേരിക്കയിലും യൂറോപ്പിലോട്ടായിരിക്കും. യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങളിലോട്ടായിരിക്കും. സൗത്ത് അമേരിക്ക നമ്മൾ താഴെ കാണുന്നത്. ഇത് നമ്മളെ ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആണ് ഈ കാണുന്നത്. ഫ്ലൈറ്റുകൾ വളരെ കുറവാണ്. ഇത് ഭൂമിയുടെ രാത്രി സമയമുള്ള ദൃശ്യമാണ് കാണിക്കുന്നത്. നമ്മളീ കാണുന്നതെല്ലാം ഇലക്ട്രിക് ലൈറ്റുകളാണ്. അപ്പൊ ഈ ഇലക്ട്രിക് ലൈറ്റ് വെച്ച് നമുക്ക് ഓരോ രാജ്യം എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ പോപ്പുലേഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതെ, ഇത് ആഫ്രിക്കൻ കോണ്ടിനെന്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കൂടുതലും എല്ലാം അണ്ടർ ഡെവലപ്ഡ് ആണ് മിക്ക രാജ്യങ്ങളും. പോപ്പുലേഷനും കുറവാണ്. പിന്നെ യൂറോപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുള്ളി ഇലക്ട്രിഫൈഡ് ആണ്. അതുപോലെ അമേരിക്ക നമ്മൾ കാണുന്നത്. അമേരിക്ക ഇപ്പം നോർത്ത് അമേരിക്കയിൽ US-ഉം കാനഡയും കാണാം. കാനഡയിലും ഡെവലപ്ഡ് ആണ്, പക്ഷെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഏറ്റവും വലിയ രാജ്യം റഷ്യ കാണാല. ഈ കറുത്ത നിറത്തിൽ കാണുന്നത് സമുദ്രമാണ്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ചില സ്പോട്സ് കാണാം നമുക്ക്. അതൊക്കെ ഈ കപ്പലുകളുടെയൊക്കെ ലൈറ്റുകളാണ് നമ്മൾ കാണുന്നത്. ചില ഐലൻഡുകളുടെ നമ്മൾ ചില റിയൽ ടൈം ഡേറ്റയുടെ കാര്യം പറഞ്ഞിരുന്നു. ക്ലൗഡ്സിന്റെ ഫോർമേഷൻ പറഞ്ഞത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് ചക്രവാത ചുഴി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഈ കാണുന്നത് സൈക്ലോൺസിന്റെ ഫോർമേഷനാണ്. അതിൽ 3 തരത്തിലുള്ള നിറം നമുക്ക് കാണാൻ പറ്റും. പിങ്ക് നിറത്തിലും നീല നിറത്തിലും വെള്ള നിറത്തിലും. അതിൽ വെള്ള നിറത്തിലുള്ള എന്ന് പറയുന്നത് മഴമേഘങ്ങളല്ല. ബാക്കി ഈ കാണുന്ന 2 നിറങ്ങൾ കൂടുതലും പിങ്കും നീലയും അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളാണ്. ഈ മേഘങ്ങൾ ഈ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ മഴ പെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്. ഈ കാറ്റടിച്ചത് മാറുകയാണെങ്കിൽ, ഇതിന്റെ ദിശ മാറുകയാണെങ്കിൽ മഴയ്ക്കുള്ള സാധ്യത കുറവായിരിക്കും. ഇവിടെ താഴെ നമുക്ക് തന്നെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 മാസത്തോളം ഡേറ്റ നമുക്ക് 2 മണിക്കൂർ മുമ്പ് വരെയുള്ള, ഇന്നത്തെ 2 മണിക്കൂർ മുമ്പ് വരെയുള്ള ഡേറ്റ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും. ജപ്പാനിലെ ഫുക്കോഷിമയില് റേഡിയോ ആണവ നിലയം തകർന്നതിന് ശേഷം അവിടുത്തെ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ലോകത്തിന്റെ പല ഭാഗത്തോട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന ഡേറ്റ. അപ്പൊ അതിൽ താഴെ നമ്മളൊരു സ്കെയില് കൊടുത്തിട്ടുണ്ട്. അതിൽ മോർ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലെസ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിന്റെ കളർ. ഒറ്റ ദിവസം കൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും അത് സ്പ്രെഡായി. കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഇന്ത്യയിലെ ഭാഗത്തോട്ടും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നിറങ്ങൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്കിവിടെ വന്നിട്ടുള്ളത് പിങ്ക് നിറവും ഇൻഡിഗോ നീല നിറത്തിലുള്ളവയാണ്. അതായത് ലെസ് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ് നമ്മുടെ ഇങ്ങോട്ട് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. മനുഷ്യൻ വരുത്തിയേക്കുന്ന ചില വിപത്തുകൾ ഇത്രയും വലിയൊരു ആഘാതമാണ് അല്ലേ? അതെ. ഇത് ഭൂകമ്പങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിയൽ ടൈം ഡേറ്റയാണ് ഈ കൊടുത്തിട്ടുള്ളത്. മാഗ്നിറ്റ്യൂഡിന്റെ സ്കെയിലോടെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, ഇത് നമ്മുടെ ഡാമും റിസർവോയറും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റയാണ്. അതുകൊണ്ട് നമുക്ക് താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വർഷം കാണിച്ചിട്ടുണ്ട് 1820 കാണാല. 1820 കാലഘട്ടത്തില് ലോകത്തുണ്ടായിരുന്ന ഡാമുകളാണ് നമുക്ക് ഈ യെല്ലോ സ്പോട്ടുകളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഏകദേശം 3 ഡാമേ ഉള്ളൂ. 1820 ഒരെണ്ണം ശ്രീലങ്കയിലാണ്. ഇനി അത് ഓരോ വർഷവും കടന്നു പോകുന്നതിനനുസരിച്ചുള്ള ഡേറ്റ നമ്മുടെ കയ്യിൽ വരും. വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് ഡാമുകളുടെ എണ്ണം കൂടി വരും. നമ്മുടെ ഇന്ത്യ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് ഹൈഡൽ പ്രോജക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. സോളാറും അതുപോലെ തന്നെ വിൻഡൊക്കെ നമ്മൾ വളരെ കുറച്ച് വന്നു. പ്രത്യേകിച്ച് കേരളം എടുത്തു കഴിഞ്ഞാൽ ഹൈഡൽ പ്രോജക്റ്റുകളാണ് കൂടുതലുള്ളത്. നമ്മളിവിടെ ഈ ഷോ എന്ന് പറയുന്നത് ഏകദേശം 40 മിനിറ്റ് മുതൽ ചിലപ്പോൾ 1 മണിക്കൂർ അതിന് മുകളിൽ വരെ നീളാം. ഓരോ ഗ്രൂപ്പ് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഓരോ വിഷയം നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഹൈസ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് എടുക്കുന്ന അതായിരിക്കില്ല നമ്മളടുത്ത് ഹയർ സെക്കൻഡറിയോ കോളേജോ വരുന്നവർക്ക്, അതിൽ താഴെയുള്ളവർക്ക്
പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാരായ ആൾക്കാരൊക്കെ ഔഷധ സസ്യങ്ങളുടെ ഗാർഡനാണ് നമ്മളിവിടെ കാണുന്നത്. ഔഷധ സസ്യങ്ങളുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ആ ഔഷധ സസ്യങ്ങൾക്ക് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 60ഓളം മെഡിസിനൽ പ്ലാന്റ്സ് ഔഷധ സസ്യങ്ങൾ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഔഷധ സസ്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ അവിടെ കാണുന്ന കിയോസ്ക്, ഇന്ററാക്റ്റീവ് കിയോസ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഓരോ ബട്ടൺ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ജാതി എന്ന് പറയുന്നത് 6ാമത്തെ ബട്ടൺ, അല്ലെങ്കിൽ ഗന്ധരാജൻ എന്ന് പറയുന്നത് 73ാമത്തെ നമ്പർ. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സസ്യത്തിൻ്റെയും ഏതൊക്കെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ആ സസ്യങ്ങളുടെ ഏതെല്ലാം ഭാഗങ്ങളാണ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്, പിന്നെ അവയുടെ സയന്റിഫിക് നെയിം എന്താണ്, അവയുടെ വേറെ കോമൺ നെയിം എന്താണ്, ഇത്തരം വിവരങ്ങൾ നമ്മൾ ആ കിയോസ്കിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഔഷധ സസ്യങ്ങളുടെ വെർട്ടിക്കൽ ഗാർഡനാണ് നമ്മൾ കണ്ടത്. അതേപോലെ അലങ്കാര സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ജൈവ വൈവിധ്യ ബോർഡിന്റെ കൂടുതൽ വിശേഷങ്ങൾ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നു ജൈവ വൈവിധ്യ ബോർഡിന്റെ ചെയർമാൻ ഡോക്ടർ സി ജോർജ് തോമസ്. നമസ്കാരം സർ. നമസ്കാരം. ജൈവ വൈവിധ്യ ബോർഡ് തീർച്ചയായിട്ടും നമ്മളത് കാണുമ്പോൾ വളരെ അതിശയം തോന്നുന്നു. ഇത്തരത്തിലൊരു മ്യൂസിയം അല്ലെ, നമുക്ക് 2018 സ്ഥാപിതമായ ഇത്തരത്തിലൊരു മ്യൂസിയം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സർ? ജൈവ വൈവിധ്യ സംരക്ഷണം, അതുപോലെ തന്നെ ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം, അതുപോലെ ജൈവ വൈവിധ്യ നിയമങ്ങൾ, ധാരാളം നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ മ്യൂസിയം ഉണ്ടാക്കുന്നത്. അപ്പോൾ സയൻസ് ഓൺ സ്പിയർ ആണെങ്കിൽ അത് അമേരിക്കയിലെ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ സഹായത്തോടു കൂടിയിട്ടാണ് നമ്മൾ കാലാവസ്ഥ പ്രവചനം ഉൾപ്പെടെയുള്ള കാലാവസ്ഥ പ്രവചനം ഉപയോഗം, അതുപോലെ തന്നെ ആഗോള പരിസ്ഥിതിയുടെ ഇപ്പോഴുള്ള നിലവിലുള്ള സ്ഥിതിയൊക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാം. നമ്മളത് കണ്ട് അതിശയിച്ചു പോയി. കാരണം ഇത്രയേറെ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുള്ളത്. ഇത് കൂടാതെ എന്നുള്ളത് നമ്മുടെ 3D തിയേറ്ററാണ്. ഏതാണ്ട് 50 പേർക്ക് ഒരേ സമയം ഇരുന്ന് കാണാൻ തക്ക രീതിയിലുള്ള ജൈവ വൈവിധ്യവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, വിദ്യാർത്ഥികൾക്കായിരിക്കും അത് കൂടുതലായിട്ട് താല്പര്യമുണ്ടാവുക. അതുപോലെ പിന്നെ സാധാരണക്കാർക്കും വന്നു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് ഇൻഫോർടൈൻമെന്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ശരിക്കും. ഇൻഫർമേഷൻ അതോടൊപ്പം തന്നെ എന്റർടൈൻമെന്റ് കൂടെ. അത്യുൽപാദന ശേഷിയുള്ള പലതരത്തിലുള്ള നാച്ചുറലായിട്ട് കിട്ടിക്കൊണ്ടുന്ന വിത്തിനങ്ങൾ പോലും നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചു. ഇത് വികസിപ്പിച്ചെടുക്കാൻ എന്തെങ്കിലും മാർഗം ചെയ്തിട്ടുണ്ടോ? പരമ്പരാഗത വിത്തുകൾ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന കൃഷിക്കാർ ധാരാളമായിട്ട് നമ്മുടെ കേരളത്തിൽ. അപ്പൊ അതിൽ ചിലരെ രാമൻ പോലുള്ള ആൾക്കാർ, രാമൻ പോലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ അവരെയൊക്കെ നമ്മള് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരിൽ നിന്നൊക്കെ സംഭരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഇപ്പൊ സംഭരിച്ച് സൂക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള കാർഷിക സർവകലാശാലയും മറ്റുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മളിത് കൂടുതലും കസ്റ്റഡിയും
ഫാമർ അവരിൽ നിന്നാണ് ഇത് സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ പറയുന്ന നമ്മുടെ 3D തിയേറ്ററിൽ കുറച്ച് സമയം നമ്മളോട് സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ സൈഡ്സ് ഓൺ സ്പിയറിലെ അത് വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മളത് സമയമെടുത്തുകൊണ്ട് ഈ ആഗോള പരിസ്ഥിതിയുടെ ഇപ്പോഴുള്ള കറണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണണം, കാലാവസ്ഥയെക്കുറിച്ച് അറിയണം, ആഗോള താപനത്തെക്കുറിച്ച് അറിയണം എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. അല്ലാതെ വളരെ പെട്ടെന്ന് വന്ന് പോകാന്ന് പറയുമ്പോൾ അതിനകത്ത് കാര്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടൊക്കെ പോകാൻ നാട്ടുകാർ ജനങ്ങൾ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ അത് സംരക്ഷിക്കാനായിട്ട് അവർ വരൂ എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ മ്യൂസിയത്തിലെ ഉദ്ദേശം. അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ വേണമെങ്കിൽ ഒരു ദിവസം തന്നെ അവിടെ ചിലവഴിക്കാം, അല്ലെങ്കിൽ ഒരു അര ദിവസമെങ്കിലും ചിലവഴിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു പോകാനുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ. നമ്മുടെ ഈ ബയോഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനുഷ്യൻ മാത്രമല്ല, ഈ ലോകത്ത് ഏതാണ്ട് 80 ലക്ഷത്തോളം 87 ലക്ഷത്തോളം ജൈവജാതികളുണ്ടെന്നാണ് ഏതാണ്ട് കണക്ക് പറയുന്നത്. 87 ലക്ഷത്തിനെ നമുക്ക് തിരിച്ചറിയാനും സാധിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു 17 ലക്ഷത്തോളം ജൈവജാതികളെ, എണ്ണത്തെ, സ്പീഷീസുകളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവയുടെയൊക്കെ നിലനിൽപ്പ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണെന്നുള്ളൊരു സന്ദേശമാണ് നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റി ദിനവും ബയോഡൈവേഴ്സിറ്റി ബോർഡും ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയും അതല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലുള്ള ജൈവവൈവിധ്യ ഉടമ്പടി കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അവയെ സംരക്ഷിക്കുക, അവയെ അന്യം നിന്ന് പോകാതെ നോക്കുക, ഇതൊക്കെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതിനനുസരിച്ച് നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ജീവികളെയൊക്കെ സംരക്ഷിച്ച് പോകാനുള്ള ഒരു ആർജവം എല്ലാവരും കാണിക്കണം. അത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അത് അറിഞ്ഞ് മുമ്പോട്ട് വരണം എന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ളത്. ഒരുപാട് സന്തോഷം സാർ. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മ്യൂസിയം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, അല്ലെ നമ്മുടെ ഇന്ത്യയിലെ ഈ കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ ജില്ലയിൽ വന്നാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ഒരു കേരളത്തിന് പുറത്തുള്ള ആൾക്കാരും ഇത് അറിയട്ടെ, അവരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇത്തരത്തിലൊരു മ്യൂസിയം കണ്ട് അതിന്റെ ഗുണഫലങ്ങൾ അവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പറയാണ്. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് വിവിധ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ പെയിന്റിംഗ് കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. അതായത് ഹൈസ്കൂൾ ലെവലിലുള്ളവർ, UP സ്കൂളിലുള്ളവർ, ഹയർ സെക്കൻഡറി സ്കൂൾ, കോളേജ് ലെവലിൽ നടത്തിയ കോമ്പറ്റീഷൻ്റെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും വിന്നേഴ്സിൻ്റെ ചിത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. പഴയ ബോട്ട് പുരയാണ് ഇപ്പോൾ കാണുന്ന മ്യൂസിയമാക്കി, ബയോഡൈവേഴ്സിറ്റി മ്യൂസിയമാക്കി മാറ്റിയിട്ടുള്ളത്. പണ്ട് ബോട്ട് പുര എന്ന് പറയുമ്പോൾ ബോട്ട് കയറി വരുന്ന ഭാഗമാണ് നമ്മൾ ആ കാണുന്ന ആർച്ച് എന്ന് പറയുന്നത്. ആ ആർച്ച് വഴി ബോട്ട് അകത്തോട്ട് വരികയും ഈ തൂണുകൾക്കിടയിലാണ് ബോട്ട് എന്ന് പറയുന്നത് ഒതുക്കിയിരുന്നത്. അങ്ങനെയാണ് ഇവിടെ ബോട്ട് പുര എന്നുള്ള പേര് വരാൻ കാര്യം. ഇവിടെ രാജാവിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ സ്റ്റോറേജ് ബിൽഡിംഗ് ആയിട്ടാണ് ഈ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിരുന്നത്. സ്റ്റോറേജ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ
ധാന്യങ്ങൾ, നാണ്യവിളകൾ, പിന്നെ അതുപോലെ തന്നെ ബാക്കി ചരക്കുകൾ എല്ലാം ഇവിടെ സംഭരിച്ചു വെക്കുകയും ഇവിടെ അവരൊരു വിശ്രമം മുറിയായിട്ട് ഉപയോഗിക്കുകയും ഇവിടെ നിന്ന് സാധനങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഈ പുത്തനാറ് നേരെ ചെന്ന് കണക്ട് ചെയ്യുന്നത് ട്രിവാൻഡ്രം ഷൊർണൂർ കനാലിലോട്ടാണ്. അപ്പോൾ അത്രയും നാഷണൽ വാട്ടർവേ 3 ആണത്. അപ്പം അത്രയും ദൂരം സർവീസ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഈ ജൈവ വൈവിധ്യ മ്യൂസിയത്തിൽ കാണാൻ കാഴ്ചകൾ ഏറെയാണ്. നമുക്ക് ഈ കുറച്ച് സമയം കൊണ്ട് കണ്ടിട്ട് പോകാൻ പറ്റുന്നതല്ല കേട്ടോ. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കണ്ട് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സുകൾ, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. മാത്രമല്ല പാർവതി പുത്തനാറിന്റെ ഒരു ഭാഗം നമുക്കിവിടെ ഉണ്ട്. അത് നമുക്കിവിടെ നിന്നാൽ ആ ഒരു മതിലിനപ്പുറം പാർവതി പുത്തനാറ് കാണാൻ പറ്റും. പാർവതി പുത്തനാറിന്റെ ഒരു ഭാഗം ഈ ബയോഡൈവേഴ്സിറ്റി സെന്ററോട് ചേർന്ന് തന്നെ ഉണ്ട് താനും. അപ്പൊ അതൊക്കെ കാണേണ്ട ഒരു കാഴ്ചയാണ്. എന്താ പറയാ, നമുക്ക് ഒരു വേറൊരു ലോകത്ത് എത്തിപ്പെട്ട ഒരു പ്രതീതിയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും മുതിർന്ന ആൾക്കാർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 40 രൂപയാണ് നമുക്ക് ഫീസ് എന്ന് പറയുന്നത്. 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു 40 ലക്ഷം നമുക്ക് നേടുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത്രയേറെ മനോഹരമായ കാഴ്ചകൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രപഞ്ചത്തെ പറ്റി അറിയേണ്ടുന്ന എല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവ്വവിജ്ഞാന കോശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ തന്നെയാണ് ഈ ഒരു ജൈവ വൈവിധ്യ മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ജൈവ വൈവിധ്യ മ്യൂസിയം നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം. എന്തായാലും ഈ ഒരു കേരള സർക്കാർ അല്ലെങ്കിൽ ഒരു നമുക്ക് ഈ പ്രകൃതി സംരക്ഷണ വകുപ്പ് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഒരുപാട് ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ, സ്കൂൾ കുട്ടികൾ മുതൽ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വരെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേക്കുറിച്ച് പ്രബന്ധങ്ങൾ തയ്യാറാക്കാനും ഒക്കെ ഒരു വലിയൊരു എൻസൈക്ലോപീഡിയ തന്നെയാണ് ഈ ഒരു ജൈവ വൈവിധ്യ മ്യൂസിയം എന്ന് പറയുന്നത്. കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ ഒരു മായ കാഴ്ചകളിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത്രയേറെ കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളത്.